കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആ വാഹനത്തിൽ നിന്നിറങ്ങി പോലീസ് ഇതിനകം നിയന്ത്രിച്ചു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വലിയ ലാത്തി ഉപയോഗിച്ച് തല്ലുന്നത്. എന്തിനാണ് അങ്ങനെ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ എന്നുള്ളതായിരുന്നു അന്നത്തെ മറുപടി. പിന്നീട് കേരളത്തെ ആകെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു. മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലും കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും നിരന്തരം കാണിച്ച ഒരു വിഷ്വൽ പോലീസിന് മാത്രം കിട്ടാതെ പോകുന്നത് എങ്ങനെയെന്ന ചോദ്യം പോലും ഉയർന്നു. ഇപ്പോഴും ഈ 1.5 വർഷക്കാലത്തിന് ശേഷവും ഉണ്ടാകുന്ന ഈ നിസ്സംഗത, ഈ നിഷ്ക്രിയത സംരക്ഷണമല്ലാതെ മറ്റെന്താണ്? രാഷ്ട്രീയ യജമാനന്റെ പിന്തുണയുണ്ടെങ്കിൽ എന്ത് തോന്നിയവാസവും ജനാധിപത്യ വിരുദ്ധതയും ഈ നാട്ടിൽ കാണിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒഴിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. അവരത് ചെയ്യേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വഴിയും സുരക്ഷയും ജീവനുമൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, മുഖ്യമന്ത്രിയുടെ വലിയ നവകേരള ബസ് കടന്നു പോകുന്നു. ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു. ആ വാഹനത്തിന് മുന്നിലേക്ക് അവർ ചാടുന്നില്ല. അവരെ അവിടെ ഉണ്ടായിരുന്ന യൂണിഫോമിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ച് മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെ അകമ്പടി പുറകെ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിൽ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് ഒരു പക്ഷേ ആ മാധു പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം, അതായത് തിരുവനന്തപുരത്തേക്ക് യാത്ര അവസാനിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ പ്രതിഷേധക്കാരെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും വേണ്ടി കൂടിയായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അദ്ദേഹം ഔദ്യോഗിക വേഷത്തിലല്ല, സിവിൽ ഡ്രസ്സിലാണ്, അദ്ദേഹം ഇറങ്ങി വന്ന് നിന്ന് ഗുണ്ടകളെ പോലെ തല്ലുന്നത്. ഒപ്പം തന്നെ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തിനു വേണ്ടിയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നുള്ളതാണ് ചോദ്യം. അവർ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി, അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ നമുക്ക് അതെല്ലാം ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്രൂരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തലയ്ക്കടക്കം പരിക്കേറ്റിരുന്നു. അവർ ആശുപത്രിയിൽ പോയി കിടന്നു. സ്വാഭാവികമായി തന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഒരു FIR ഇടാൻ പോകുന്നത്, അതായത് മുഖ്യമന്ത്രിയുടെ ഒന്നുകിൽ ഇവർക്ക് എതിരെയെങ്കിലും FIR ഇടാൻ പോലുമുള്ളൊരു, അതായത് മുഖ്യമന്ത്രിയുടെ വഴി തടഞ്ഞു എന്നുള്ളൊരു FIR ഇടാൻ പോലുമുള്ളൊരു മര്യാദ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നീട് ഈ അജയ് ജുവൽ കുര്യാക്കോസ് അഭിഭാഷകനാണ്, അയാൾ കോടതിയിൽ പോവുകയും കോടതി പറഞ്ഞതനുസരിച്ച് കുറ്റപത്രം FIR ഇടുകയും ചെയ്തു. അത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു, 1-ാം പ്രതി, വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളതാണ്. നമുക്ക് മുഖ്യമന്ത്രി എവിടെ പോയാലും അദ്ദേഹത്തെ കാണുകയും ചെയ്യാം. ഇതിനുശേഷം പലതവണ അദ്ദേഹം ആലപ്പുഴയിൽ എത്തുകയും ചെയ്തു. പക്ഷേ വിചിത്രമായ മാധു പറഞ്ഞതുപോലെ തന്നെ കേരളം മുഴുവൻ കണ്ട ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കേസ് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു റിപ്പോർട്ടാണ് ആലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ കോടതി പറഞ്ഞു ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം, ഇതിൽ കേസെടുത്ത് അന്വേഷണം നടക്കണം. 1 വർഷത്തോളമാകുന്നു. ഈ സാക്ഷികളെ അടക്കം ദൃശ്യങ്ങൾ കൊടുത്തു, മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ യൂട്യൂബ് ലിങ്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയിൽ കൊടുത്തു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളുടെ പേരടക്കം കൊടുത്തിട്ടും ഈ കേസിൽ ഈ സാക്ഷികളെ പോലും വിളിച്ചു വരുത്താനുള്ളൊരു ഒരു ധൈര്യമോ മര്യാദയോ പോലീസിൻ്റെ നിയമവ്യവസ്ഥ പാലിക്കാനോ പോലീസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഈ വിഷയം ഉന്നയിച്ചതാണ്. ആ സംഭവമുണ്ടായ ദിവസങ്ങളിലെങ്കിലും ഇവരെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒന്നെങ്കിൽ മാറ്റി നിർത്തണം. കാരണം മുഖ്യമന്ത്രിക്ക് 2-3 സുരക്ഷാ ടീം ഉണ്ട്, അവരെ മാറി മാറി ഡ്യൂട്ടി ചെയ്യുന്നതാണ്. ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് പോലും മാറ്റി നിർത്താനുള്ള ഒരു നിയമപരമായ ഒരു നിയമത്തിനോടുള്ള ഒരു വിധേയത്വം ആരുടെയും ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ലല്ലോ, അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു വഴിയും ഒരു സാധ്യതയും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സംരക്ഷണ മനോഭാവം നടപടിയിൽ മാത്രമല്ല വാക്കുകളിലും പ്രതിഫലിച്ചിരുന്നു. 2 അടിയൊക്കെ കിട്ടിയാലല്ലേ നേതാവാകുള്ളൂ. സമരത്തിന് പോയാൽ അടി കിട്ടുമെന്ന് പറഞ്ഞത് മന്ത്രി സജി ചെറിയാനാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഞാൻ കണ്ടില്ല, എന്റെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ വളരെ മുന്നിലായിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് എന്തിന് പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധമാണ് ഇവർ കൈവച്ചിരുന്നത് എന്ന ആരോപണം പോലും അന്നുണ്ടായിരുന്നു. കാരണം വണ്ടിയിൽ നിന്ന് തന്നെ നീട്ടിത്തല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ലാത്തിയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഇരിക്കുകയാണ്, തല്ലുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രതീക്ഷിതമായ ആക്രമണമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരിൽ ഉണ്ടാകുന്നത്. പോലീസുകാർക്ക് തടയാൻ കഴിയില്ല. ഇതാരാണ്? മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാണ്. അപ്പോൾ പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിയും ഒക്കെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ എന്താണ് പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല.
അതെ, കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥര് കാരണം അവരെ നിയന്ത്രിച്ചു. നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രായം ചെന്ന കോൺസ്റ്റബിളായി കയറി പ്രമോഷൻ കിട്ടി ഗ്രേഡ് SI ആയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ധാരാളം പ്രതിഷേധങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള അഭിമുഖീകരിച്ചിട്ടുള്ള ആളായിരിക്കാം. അദ്ദേഹം അവരെ നിയന്ത്രിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അദ്ദേഹം പോലും ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി പോകുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്ന് മാധവ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണ്, അവരിറങ്ങി വന്ന് തല്ലുകയാണ് എന്ന് മാത്രവുമല്ല, ഈ സംഭവത്തിന് തൊട്ട് മുൻപ് ഈ പൂച്ചാക്കൽ വഴിയാണ് അദ്ദേഹം വരുന്നത്. സാധാരണ നിലയിൽ നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ പടയാളികളൊക്കെ ഈ വാളിങ്ങനെ പയറ്റി വരുന്നത് പോലാണ് ഈ ഇന്നോവ കാർ വളരെ വേഗതയിലാണ്, ഒരു 70-80 കിലോമീറ്റർ സ്പീഡിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനം വരിക. ആ വാഹനത്തിൽ നിന്ന് ഈ വാളൊക്കെ പടയാളികൾ ചുരുട്ടുന്നത് പോലെ വലിയ ലാത്തിയും ഫൈബറിൻ്റെ ലാത്തിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു യുദ്ധത്തിന് വാട എന്നുള്ള രീതിയിൽ ഇട്ടിങ്ങനെ ചുരുട്ടിയാണ് ഇവരിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ആ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇപ്പോഴും പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാധ്യമപ്രവർത്തകരടക്കം നിൽക്കുകയാണെങ്കിൽ ബോധപൂർവം നമ്മുടെ ക്യാമറയിലോ ദേഹത്തോ കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലുള്ള ചില ഉദ്യോഗസ്ഥരെങ്കിലും ഈ ലാത്തി പുറത്തേക്കിട്ട് ചുഴറ്റാറുണ്ട്, വീശാറുണ്ട്. ഇത് നമുക്കറിയാം. ഈ റോഡിലൊക്കെ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിഷേധക്കാരോ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരും ഉണ്ടാകും. പ്രത്യേകിച്ച് ഓടുന്ന വാഹനത്തിലിരുന്ന് ഒരാളെ അടിക്കുമ്പോൾ അതിന്റെ ആഘാതം നമ്മൾ നിന്നടിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. സാധാരണ നിലയിൽ നടക്കട്ടെ എന്നുള്ളതായിരുന്നല്ലോ രഘു അന്ന് മൗനം സമ്മതം എന്ന നിലയ്ക്ക് ഈ അധികാരവർഗം കാണിച്ചതും. അതുകൊണ്ടാണ് രഘുനാഥ് നാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്. പിന്നീട് നമുക്ക് ഓർമ്മയുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരടക്കം ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താനാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും എന്ന പ്രതികരണം അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശം മാത്രം ഉണ്ടായിരുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമം പോലും ഉണ്ടായത്.